കാണുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം അല്ലേ? യെസ്. Good afternoon, Miss. Good afternoon. ചിലപ്പോൾ നെറ്റ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോ ഇൻ കേസ് പോയെന്നിരിക്കാം. രാവിലെ ഒന്നും ഉണ്ടായിരുന്നില്ല, ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണേ. പെട്ടെന്ന് ക്ലാസ് ഒന്ന് കട്ടായി പോയാൽ ആരും ടെൻഷൻ ആവണ്ട. നെറ്റ് പോയതായിരിക്കുള്ളൂ. യെസ്. പ്രേയർ ആരാണ്? ഞാനാണ് മിസ്. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യം ചൊരിയണം പൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണം പൂവിലും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ മുന്നിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണം പൂവിൽ കാരണനായുള്ള തമ്പുരാനേ. കാരണനായുള്ള തമ്പുരാനേ. ആദ്യമായിട്ടാണോ പ്രയർ പാടുന്നത്? അല്ല, അതിന് മുമ്പ് പ്രയർ പാടിയിട്ടുണ്ട്. തൊട്ടോക്കിടെ ഞാനാണ്. Each new day is a blessing. Let go of all worries and be grateful for all the positive in your life. ഓരോ പുതിയ ദിവസവും ഓരോ അനുഗ്രഹമാണ്. എല്ലാ ആശങ്കകളും ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോസിറ്റീവിനും നന്ദിയുള്ളവരായി തീരുക. സൈനിങ് ഞാനാണ്. Good afternoon all. I am Linju. Welcome Adira teacher. We are so have you in our class. Welcome back everyone. It's great to see you all. Hi friends, let's make this a fun and successful year. Thank you. Okay. Good afternoon to all. Yes. നിങ്ങൾക്ക് പാർട്ട് 4 അപർണ മിസ് എവിടെ വരെ എടുത്തത്? അപർണ മിസ് പാർട്ട് 4 എടുത്തിട്ടില്ലല്ലോ. പാർട്ട് 3 ആണ് എടുത്തോണ്ടിരിക്കുന്നത്. പാർട്ട് 4 ലാസ്റ്റ് ഭാഗങ്ങൾ മിസ് ആയിരിക്കുമല്ലോ എടുക്കുന്നത് കേട്ടോ. അതിൽ ഏതെങ്കിലും എടുത്ത് തുടങ്ങിയാൽ ഞാൻ ചോദിച്ചത്.
ഇല്ല, പാർട്ട് 3 ആണ് എടുക്കുന്നത് ഇപ്പോ. ഓക്കെ. യെസ്, യൂണിറ്റ് 6 സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. യൂണിറ്റ് 6 നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം. റൂഫിംഗ് ഫസ്റ്റ് ഇവിടെ തുടങ്ങുന്നത് റൂഫിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ ക്ലാസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ട്രക്ചർ വരുന്നത്? ഒരു ക്ലാസ് മുറി എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും കാണാനായിട്ട്? ക്ലാസ് റൂമിലാ ഒരു സ്ക്വയർ ഷേപ്പില് കുറച്ച് ബെഞ്ചുകളും ഡെസ്കും ഒരു ബോർഡും ഒക്കെ വെച്ച്. ഇതാണ് ക്ലാസ് റൂം. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? അതിന്റെ അകത്തുള്ള തിങ്സ് അല്ലേ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ രൂപരേഖ എങ്ങനെയായിരിക്കും കാണാനായിട്ട്? സ്ക്വയർ ഷേപ്പ് അങ്ങനല്ലേ? സ്ക്വയർ ഷേപ്പ് എന്നല്ലേ? സ്ക്വയർ ഷേപ്പ് ആയിരിക്കാം അല്ലെ? സ്ക്വയർ ഷേപ്പിലാണ് ഓരോ ക്ലാസ് റൂം നമ്മളിങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പല മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചിട്ടാണ് ഓരോ സ്കൂളുകളും നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ? ഓരോ ക്ലാസ് റൂം, ഓരോ സ്കൂളും നിർമ്മിച്ചിരിക്കുന്നത് പല ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത്? പഴയ കാലങ്ങളില് ഓടിട്ടിട്ടുള്ളത്. ഓട്, അതിനും പഴയതായിട്ടും ഓലമേഞ്ഞ ക്ലാസ് റൂമുകൾ അല്ലെ? ഓലമേഞ്ഞ, അതുപോലെ തന്നെ താഴെ ആ ഗുരുകുല സമ്പ്രദായത്തിൽ എങ്ങനെയായിരുന്നു? ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലൊക്കെ ആയിട്ട്. മരത്തിന്റെ ചുവട്ടിലായിരുന്നു ക്ലാസ് മുറികൾ ഉണ്ടായിരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ഇപ്പൊ കാലഘട്ടം ഇങ്ങനെ മാറി മാറി പലപ്പോൾ നമ്മൾ മുട്ടിൽ നിന്ന് പുറകിലേക്ക് പോയല്ലേ? അപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് എന്താണ് ഫെസിലിറ്റീസ് ഒക്കെ കൂടി അല്ലെ? അപ്പൊ എന്താണ് പഴയ ഒരു സാഹചര്യത്തിലുള്ള ഒരു രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഇന്ന് കുട്ടികൾക്ക് വിദ്യ പഠിക്കാനായിട്ട് എടുക്കുന്ന ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ സ്ട്രക്ചർ, ക്ലാസിന്റെ സ്ട്രക്ചറിന് പലതരത്തിലുള്ള റൂഫിംഗ് മെറ്റീരിയൽസ്, പലതരത്തിലുള്ള റൂഫിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ സ്കൂളുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് ടൈപ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഏകദേശം ഒരു 4 ടൈപ്സ് ഓഫ് റൂഫിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആദ്യം നോക്കാം. There are 4 types of roofing. RC centering, then sheet roofing, tile roofing, thatched roofing and thatched roofing. 4 ഓക്കെ, യെസ്. ഫസ്റ്റ് വൺ എന്താണ്? RC centering. RC centering എന്താണ്? RC centering എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആരെങ്കിലും അറിയാമോ? ഇല്ല. ഇല്ല. കോൺക്രീറ്റ് എന്ന് കേട്ടിട്ടില്ല? യെസ് അല്ലെ? അതാണ് RC സെന്ററിംഗ് എന്ന് പറയുന്നത്. അതായത് RC എന്ന് ഉദ്ദേശിക്കുന്നത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കേട്ടോ. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചേക്കാം കേട്ടോ. റീഇൻഫോഴ്സ്ഡ്, REIN FORCED, reinforced, RENFORCED, reinforced concrete. C എന്താണ് സൂചിപ്പിക്കുന്നത്? കോൺക്രീറ്റ് കേട്ടോ. അപ്പൊ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സെന്റർ റൂഫിംഗ് ഡിസൈൻ ആണ് RC സെന്റർ എന്ന് നമ്മൾ ചെറുതാക്കി പറയുന്നത്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സെന്റർ റൂഫിംഗ് ഡിസൈൻ. കോൺക്രീറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ എങ്ങനെയായിരിക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മള്? യെസ്, കോൺക്രീറ്റ് ചെയ്ത കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂം എങ്ങനെയായിരിക്കും? Many of the schools are with RC centering and with 1 or 2 top floors. People like to enter their kids to mostly this type of schools only. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? കോൺക്രീറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് RC റൂഫിങ്ങുള്ള ഇത്തരത്തിലുള്ള റൂഫിംഗ് സ്റ്റൈലുള്ള സ്കൂളുകളിലായിരിക്കും എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ടോപ്പ് ഫ്ലോറുകൾ ഉണ്ടാവും അല്ലെ? അതിന് 1, 2, 3, 4 ഫ്ലോർസുകൾ വരെ അതിൽ ഉൾപ്പെടാം അല്ലെ?
ഫ്ലോർ എന്താണെന്ന് അറിയാലോ? ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ ഫ്ലോറുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആൾക്കാർ പാരന്റ്സ് എന്താണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? തന്റെ കുട്ടികൾ അത്തരത്തിലൊരു നല്ലൊരു സ്റ്റൈൽ, അതിന്റെ ലുക്ക് തന്നെ എന്താണ് ഭയങ്കര ഒരു സ്റ്റൈലാണ് അല്ലെ, കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. അപ്പൊ അതിന്റെ ഒരു അട്രാക്ഷൻ കൊണ്ട് പാരന്റ്സ് കുട്ടികളെ ചേർക്കുന്നതുണ്ട്. അപ്പൊ സ്കൂളിന്റെ സ്റ്റൈല് നോക്കിയിട്ടും ചേർക്കാറുണ്ട് കേട്ടോ. പഠിപ്പിക്കുന്നത് മാത്രമല്ല ആ സ്കൂൾ എങ്ങനെ ഇരിക്കുന്നത്, ചില സ്കൂളുകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോ നമ്മള് പ്രൈവറ്റ് സ്കൂളുകൾ മാത്രമല്ല, ഗവൺമെന്റ് സ്കൂളും വളരെയധികം ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ചില ഗവൺമെന്റ് സ്കൂളുകളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ഗവൺമെന്റ് സ്കൂളുകൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് ഐഡിയാസുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓടാണെങ്കിൽ കൂടി എന്താണ് ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടാവും, ഒരുപാട് ഡ്രോയിങ്സുകൾ അതിൽ കാണാൻ സാധിക്കും. ക്ലാസ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ രസകരമായിട്ടായിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത്, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിലേക്ക് കുട്ടികളെ പാരന്റ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിന്റെ ആ ഒരു രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു മിനിറ്റ്, നിങ്ങളതൊന്ന് വായിക്കണേ, ഒരു മിനിറ്റ്. യെസ്, ഓക്കെ, യെസ്. അപ്പൊ RC സെന്റർ എന്ന് പറഞ്ഞ എന്താണ് വായിച്ചായിരുന്നോ? പോയോ? ഞാൻ പോയപ്പോ എല്ലാവരും പോയോ? ഇല്ല, വായിച്ചു. വായിച്ചു. സൂചിപ്പിക്കുന്നത് 1 or 2 top floors. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കോള് കട്ടായി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. യെസ്, ഓക്കെ, യെസ്. അപ്പൊ RC സെന്ററിംഗ് പ്രൂഫിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് അതാണ്, ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് RC സെന്റർ പ്രൂഫിംഗ് ആണ്.
യെസ്, അതിന്റെ പ്രത്യേകത നമ്മൾ എന്താണ്, 1 or 2 ഫ്ലോർസ് ആയിരിക്കും, അത് ഫ്ലോറുകളായിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു റൂഫിംഗ് സിസ്റ്റം ആണ് എന്ത് RC സെൻട്രിക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈൽ റൂഫിംഗ്. ടൈൽ റൂഫിംഗ് ക്യാബിൻസുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ടൈൽ റൂഫിംഗിന്റെ പ്രത്യേകത എന്താണ്? ഓടല്ലേ? മോസ്റ്റ് ഓഫ് ഓടാണോ? Most of the classroom of all the types of schools have a tile roof only. Correlate with RC roofing, this type will be hot. Arranging the false roof may solve the problem to an extent. എന്താണ് ടൈൽ റൂഫിംഗിന്റെ പ്രത്യേകത? പഴയ കാലഘട്ടത്തിൽ ടൈപ്പ് ഷീറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? എന്താടാ? ഇൻ ടൈപ്പ് ഷീറ്റ് ഇല്ലേ? ഷീറ്റ് വെച്ച റൂഫ്. ഇത് ഷീറ്റ് അല്ല. നമ്മള് ഈ എന്താ പറയാ, ചില റൂഫിംഗ് ടൈല് നമ്മൾ താഴെയുള്ള അതേ ഡിസൈനിൽ തന്നെ മുകളിൽ ടൈല് സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ടൈലിട്ട് ക്ലാസ് റൂംസുകള് അതേ ഡിസൈൻ തന്നെ മുകളില് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടായിരിക്കും. ചില വീടുകളിൽ നമ്മൾ അങ്ങനെ പണിയാറുണ്ട്. സ്കൂളുകളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ചില സ്കൂളുകളിൽ അങ്ങനെ ഉണ്ടാകും. പഴയ ടൈപ്സ് പല സ്കൂളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. മാം, എന്റെ മകളുടെ സ്കൂള് ഇങ്ങനെ ഷീറ്റ് ഇട്ട് മേൽക്കൂര ഷീറ്റ് ഇട്ട ടൈപ്പാണ്. CRPF ക്യാമ്പാണ്. പഴയ അവര് പുതിയ ബിൽഡിംഗ് കെട്ടുന്നുണ്ട്. ഇത് പഴയ ഓരോരോ റൂമായിട്ടുള്ള ക്ലാസ് റൂമാണ്. ഒരു റൂം ഷീറ്റ് ഇട്ട ഒരു റൂം അതുപോലെയാണ് ഓരോരോ ക്ലാസ് റൂം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ടൈൽ ക്ലാസ് റൂം ആവുമ്പോ എങ്ങനെയായിരിക്കും? ടൈലിന് മാത്രമല്ല, കോറിലേറ്റ് വിത്ത് RC റൂഫിംഗ് അല്ലെ? അത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? ടൈൽ റൂഫിംഗിന്റെ ചുമട് താഴെയായിട്ട് എങ്ങനെയായിരിക്കും? അതായത് ഈ RCയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലെ? അതായത് മുകളിൽ ഏകദേശം ടൈലായിരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഒരു മേൽക്കൂരയും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ക്ലൈമറ്റ്? ആ ഒരു ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും അവിടെ? വളരെ ഹോട്ട് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഓടാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അതിന്റെ അകത്തേക്ക് എന്താണ് കുറച്ചെങ്കിലും എന്താണ് ഇത് കാറ്റും വെളിച്ചവും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്താണ് ചില ടൈലിട്ട ക്ലാസ് റൂം, ഇപ്പൊ ഞാനിപ്പോ എങ്ങനെ എക്സാമ്പിൾ കാണിച്ചു തരാം. അല്ല മിസ്സേ, അപ്പൊ സീലിംഗ് ഒക്കെ ടൈലിട്ടിട്ടായിരിക്കും? സീലിംഗ് ടൈൽഡായിരിക്കുമല്ലോ, ടൈൽഡ് റൂഫ് ആയിരിക്കും അതിനെ ഉപയോഗിച്ചത്. മിസ്സേ, ഈ ഓട് ടൈപ്പ് ആണോ മറ്റേ സ്ക്വയർ ടൈപ്പ് ഇങ്ങനെ സ്ക്വയർ ടൈപ്പ്? യെസ്, അത് തന്നെ സ്ക്വയർ ടൈപ്പ്. കണ്ടിട്ടില്ലേ? ചിലതിൽ ഡിസൈൻ ഉണ്ടാവും, ചിലത് പ്ലെയിൻ ആയിരിക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ മൊസൈക്ക് ഒക്കെ കണ്ടിട്ടില്ല? അതേപോലത്തെ ഷേപ്പില് മുകളില് കട്ട് ചെയ്ത് വെച്ചാണ്. ഞാൻ അതിന്റെ പിക്ചർ അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഗൂഗിളിലുണ്ടാവും. അതിന്റെ പേര് സീലിംഗ് ബോർഡ് എന്നല്ലേ? സീലിംഗ് ബോർഡ് അല്ല, ടൈൽ റൂഫിംഗ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. സീലിംഗ് ബോർഡ് വേറെ അല്ലടോ. സീലിംഗ് എന്ന് പറയുന്നത് അത് പ്ലാസ്റ്റിക്കിലും വരുന്നില്ലേ? അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല, ഓട് ടൈപ്പിൽ തന്നെ വരുന്നതില്ല മിസ്സേ? വരുന്നത് എനിക്കറിയില്ല. നമുക്ക് ഓടിട്ട വീടിന്റെ താഴെ വേറെ കമ്പി വെച്ചിട്ട് ഓടിന്റെ തന്നെ ഇങ്ങനെ സീലിംഗ് ആക്കി വെക്കില്ലേ? എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, കമലാക്കറിയാം. ചില വീടുകളിൽ മിസ്സേ ഈ സീലിംഗ് മറ്റേ ഒരു ചെറിയ ഡിസൈൻ പോലെ ഒരു ബ്രൗൺ കളറിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയും ഉണ്ട്. പല ഷേപ്സിലൊക്കെ കാണാം, പല ഡിസൈനിലിട്ടോ. അത് കാണിക്കുന്നുണ്ട്. ഡിസ്പ്ലേ കാണുന്നത് ഷീറ്റ് റൂഫിംഗ് അല്ലേ? ഷീറ്റ് അല്ലേടോ അത്? അല്ല, ഇത് ഓടാ. ഓടാണോ? ആ, ഓക്കെ, എന്നാ അതാണ് നമുക്ക് സങ്കല്പിക്കാം. അതാണ് ടൈൽ റൂഫിംഗ് ഏകദേശം അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ അതിന്റെ ഒരു ഓട് പോയിട്ടുണ്ട് അവിടെ പൊട്ടിയിട്ട്. ഇതാണോ കള്ളം കയറുമ്പോ? കള്ളം കയറുമ്പോ ഇല്ല, ഇത് മുകളിൽ അതിന്റെ മുകളിൽ നമ്മുടെ സാധാ ഓടുണ്ട്. പഴയ വീടാണോ? അല്ല, പുതിയത് എടുത്താ. അത് ഓടിന്റെ താഴെയായിട്ട് ഇപ്പൊ അങ്ങനെ വന്നില്ലായിരുന്നോ? ഓടിൽ തന്നെ ഡിസൈൻ ആയിട്ട് വീട്. എനിക്കറിയില്ലടോ ഇതിന്റെ ഒരു പരിപാടികൾ അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ എടുത്ത അതിന്റെ മുകളിൽ സാധാ ഓട്, അതിന്റെ താഴെ വേറെ കമ്പി വെച്ചിട്ട് തണുപ്പ് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പൊ മേൽക്കൂര അതിന്റെ വാളെന്ന് പറയുന്നത് ഭയങ്കര ചൂടായിരിക്കും എന്നാണ് പറയുന്നത്. യെസ്, അപ്പൊ
Arranging the false roof may solve the problem to an extent. അപ്പോ ഈ മേൽക്കൂര അല്ലെങ്കിൽ വാൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്താണ് ആ ചൂടിന്റെ പ്രോബ്ലംസ്, ആ ഹോട്ട് ടെമ്പറേച്ചർ മാറി നല്ല രീതിയിൽ അത് കൂളിംഗ് ആയിട്ട് സംവിധാനത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ ടൈൽ റൂഫിംഗ് സംവിധാനം കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ഇതിൽ ചൂടായിരിക്കും എന്നാണ്, ചൂടായിരിക്കും അതിനകത്ത് നിലനിർത്തുന്നത്. ഓക്കെ, ഇത് പഴയ ടൈപ്സ് ക്ലാസ് റൂമിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പല സ്കൂളുകളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ടൈൽ റൂഫിംഗ് എന്ന് പറയുമ്പോൾ കേട്ടോ. ഓൾഡ് ടൈപ്സ് ടൈൽ റൂഫിംഗ് ഇൻ ക്ലാസ് റൂംസ് അല്ലെങ്കിൽ സ്കൂൾസ് എന്ന് അടിച്ചാല് ആ പിക്ചർ കാണാൻ സാധിക്കും. ഓക്കെ, അത് RC റൂഫിംഗുമായിട്ട്, അതായത് മുകളിൽ ടൈല്, താഴെ എന്താണ് സൈഡ് വാള് വരുന്നത് കോൺക്രീറ്റ് വാളായിരിക്കും, അല്ലെങ്കിൽ RC റൂഫിംഗ് വാള് ആയിരിക്കും കണക്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, then arranging the false roofs may solve the problem to an extent. Yes. എന്താണ് അടുത്തത്? ഷീറ്റ് റൂഫിംഗ്. എന്താണ് ഷീറ്റ് റൂഫിംഗ് നമുക്കറിയാലോ. മാം ഇതാണ് ഞാൻ പറഞ്ഞത്, എന്റെ മോളുടെ സ്കൂളിൽ ഷീറ്റ് ആണ് ആസ്പെറ്റോസുള്ള. Asbestos അല്ലേ? Yes. Sheet roofing may be a cement sheet roof. Yes. Aspects of tin sheet roofing or light roofing. ഇതിന് പല പേരിൽ അറിയുന്നുണ്ട്. ആസ്പെറ്റസ് അല്ലെങ്കിൽ ടിൻ ഷീറ്റ് റൂഫിംഗ് അല്ലെങ്കിൽ ലൈറ്റ് റൂഫിംഗ്. ഇങ്ങനെ 3 പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഷീറ്റ് റൂഫിങ്ങിനെ 3 പേരിൽ അറിയപ്പെടുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരത്. Asbestos or tin sheet roofing or light roofing. Generally, the classrooms with the sheet roofing are made like sheds only. ഇനി ഇതെങ്ങനെയുള്ള ക്ലാസ് റൂമുകളായിരിക്കുള്ളൂ? ഈ ഷീറ്റ് റൂഫിംഗ് ചെയ്യുന്ന ക്ലാസ് റൂമുകൾ നമ്മൾ ഷെഡ് പോലെ ആയിരിക്കും കാണാൻ സാധിക്കുക അല്ലെ. ഷീറ്റ് റൂഫിംഗ് ചെയ്യുന്ന ക്ലാസ്സുകൾ ഏത് രൂപത്തിലായിരിക്കും കാണുന്നത്? അതിന്റെ രൂപം എന്ന് പറയുന്നത് ഒരു ഷെഡിന്റെ രൂപത്തിലായിരിക്കും ആ ക്ലാസ് റൂംസിൽ നമ്മൾ കാണുന്നത്. ഇതിപ്പോ സ്കൂൾ അല്ലാതെ നമ്മൾ മറ്റ് എന്താ പറയാ പാരലൽ കോളേജസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പാരലൽ കോളേജുകളെ ട്യൂഷൻ കണ്ടിട്ടുണ്ട് മിസ്സേ. ചില ട്യൂഷൻ സെന്റേഴ്സ്. യെസ്, അതിന് ഷെഡ് പോലെ ഇരിക്കും അല്ലെ കാണാനായിട്ട്. അതിന്റെ മുകളിൽ ഷീറ്റ് റൂഫിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കും, ആസ്പെറ്റോസോ ആയിരിക്കും അതിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ലുക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? മെയ്ഡ് ലൈക്ക് ഷെഡ്സ് ഓൺലി. ഷെഡ്സ് പോലെ ആയിരിക്കും ഷീറ്റ് അല്ലെങ്കിൽ ഷെഡ് പോലെ ഇരിക്കും കാണാനായിട്ട് സ്ക്വയർ ഷേപ്പില്. യെസ്, അപ്പൊ അങ്ങനത്തെ ടൈപ്സും ഉണ്ട്. പിന്നെ എന്താണ് അടുത്തത്? എന്താണ് ഡി? എന്താണ് ടാക്റ്റഡ് റൂഫിംഗ്. എന്താണ് ടാക്റ്റഡ് റൂഫിംഗ്? പുല്ല് മേഞ്ഞ ടീച്ചറെ. പുല്ല് മേഞ്ഞതാണോ മുല മേഞ്ഞതാണോ? ഓല. ഓല മേഞ്ഞ അല്ലേ? യെസ്. So it can provide good help to the persons residing under it. People normally consider the school having thatched roofing as a poor school. thatched roofing ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴയ സ്ഥലങ്ങളിലെല്ലാം ഈ ഓലമേഞ്ഞ ടൈപ്പ് അല്ലേ സ്കൂൾ ഉണ്ടാവുന്നത്? ഈ ഓലമേഞ്ഞ സ്കൂളല്ലേ ഉണ്ടാവാറ്? പഴയ കഥകളിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, പഠിച്ചിട്ടുണ്ടോ? ശരണ്യ കണ്ടിട്ടുണ്ടോ? ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് ശരണ്യനോട്. ഓക്കെ, അപ്പൊ അതിനിടയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഓലമേഞ്ഞ സ്കൂൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അതേത് കാലഘട്ടമാണ് ശരണ്യ? അത് ഒരു ക്ലാസ് റൂം അത് പഴയ അത് തന്നെ വെച്ചിട്ടുണ്ടായി. ഓലമേഞ്ഞത് ഒരു സ്മാരകം പോലെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഓലമേഞ്ഞ ക്ലാസ് റൂം റൂഫിങ്ങിന്റെ പ്രത്യേകത എന്തായിരിക്കും? നല്ലൊരു തണുപ്പുണ്ടാവും അല്ലെ? വളരെ ഗുഡ് ഹെൽത്ത് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് അല്ലെ. അതിന്റെ താഴെ ചുവട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്ത് ആണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് അണ്ടറിലിരുന്ന് പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇത്തരം ക്ലാസ് റൂമുകൾ, ഇത്തരം സ്കൂളുകൾ കാണുമ്പോൾ ചില ആൾക്കാരുടെ ചിന്താഗതി എന്താണ്? പീപ്പിൾ നോർമലി കൺസിഡർ ദ സ്കൂൾ ഹാവിംഗ് thatched roofing ആസ് എ പൂവർ സ്കൂൾ. അങ്ങനെ ഓലമേഞ്ഞ സ്കൂളുകൾ കാണുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്? അത് ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു സ്കൂളാണ്, വെൽ സ്ട്രക്ചേർഡ് അല്ലാത്തൊരു സ്കൂളാണ്. അപ്പൊ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കാനായിട്ട് അവര് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒരു നോർമലി അങ്ങനെ വിചാരിക്കുകയാണ് അത് ഏറ്റവും മോശമായ ഒരു സ്കൂളാണ്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്കൂളാണ്, ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സ്കൂളാണെന്ന് സ്വയം അന്ന്
എന്താണ് അവരെ മനസ്സിലാക്കിയാണ്. ഒരിക്കലും അങ്ങനെയല്ല. അതാണ് ഏറ്റവും നല്ലൊരു എന്താണ് നമുക്ക് ഗുഡ് ഹെൽത്ത് ആണ്. കുട്ടികൾക്കായാലും അധ്യാപകർക്ക് എന്താണ് ഒരേപോലെ അത് ഗുണമാണ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വന്നിരുന്നെങ്കിൽ ഉപകാരമുണ്ട് അല്ലെ. പക്ഷെ നമ്മുടെ കാലാവസ്ഥ സ്ഥിതിക്ക് ഇപ്പൊ അതിന് അനുകൂലമല്ല. എപ്പോ വേണമെങ്കിലും നമുക്കൊരു ഫ്ലഡോ എർത്തുകേക്കോ എന്താണെങ്കിലും സംഭവിക്കാവുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് എന്താണ് അങ്ങനെ ഒരു നാച്ചുറൽ പ്രൂഫിങ് അല്ലെങ്കിൽ ഓലമേനിയൻ സ്കൂളൊക്കെ ആണെങ്കിൽ എന്താണ് സ്ഥിതി, എത്രയും പെട്ടെന്ന് മരിച്ചു പോകും അല്ലെ. ഇത് ഇത്തരം പ്രൂഫിംഗ് ഒക്കെ ചെയ്യുന്നതോടെ എന്താണ് കുറെയൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ, ഇത്രയും വലിയ കെട്ടിടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുറെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും. പണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ഇപ്പൊ നമ്മള് ഫ്ലഡ് ഒക്കെ വരുമ്പോ ക്യാമ്പായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തായതുകൊണ്ടല്ലേ നമുക്ക് അവിടെ നിൽക്കാനൊക്കെ പറ്റുന്നത്. ഫ്ലഡ് വന്നപ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരമായി കുറെ പേർക്ക് സ്കൂളുകളായിരുന്നില്ലേ, സ്കൂള് പള്ളി ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഒരു ആ ഒരു സമയത്ത്, ആ ഒരു ഫ്ലഡ് ഉണ്ടായ സമയത്ത് എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സാഹചര്യത്തിൽ ഓലമേഞ്ഞ സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ചേർക്കുമായിരുന്നു? ഇല്ല ഇല്ല. കണ്ടാണ് സത്യസന്ധമായ ഉത്തരം. ഇല്ല എന്തുകൊണ്ടാണ് ചേർക്കാത്തത്? എന്തുകൊണ്ടാണ്? നമ്മള് കുട്ടികൾ കുറച്ച് പറയും മാം, സ്റ്റാൻഡേർഡ് ഞങ്ങൾ ചേർത്താലൊരു കുട്ടികൾ പറയും ഞങ്ങൾ ആ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയും. ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലേ അത്. അപ്പം ഈ ഓലമേൻ സ്കൂളിന്റെ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്താണ്, അത് ഏറ്റവും പോർ ആയിട്ടുള്ള ഒരു സ്കൂളാണെന്നൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. ഓക്കെ, യെസ്. നോക്കിയപ്പോ ഒന്നുകൂടി നോക്കാം. പക്ഷെ എന്താണ് ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് മാം ഓലമേഞ്ഞ സ്കൂളാ നല്ലത്. അത്രയും ചൂടാണ്. ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് ഓലമേഞ്ഞ സ്കൂളാണ് നല്ലത്. പക്ഷെ ഒരു മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാല് ഓലയും പോകും, നമ്മൾ പോകും അല്ലെ. അത് ശരിയാണ്. എപ്പോഴാ വെള്ളം പെയ്യുക എപ്പോഴാ മഴ പെയ്യാന്ന് ആർക്കും അറിയില്ല. മഴ പെയ്താ വെള്ളം കയറി എല്ലായിടത്തും. ഇപ്പത്തെ അവസ്ഥ അതാണ്. ഞങ്ങൾ പഠിച്ച സമയത്ത് ഇതുപോലെ എല്ലാ വർഷവും ചെറിയ പിള്ളേരുടെ സ്കൂള് പൊളിഞ്ഞു വീണെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഓലമേഞ്ഞ സ്കൂളുണ്ടായിരുന്നു. എപ്പോഴും പൊളിഞ്ഞു വീഴും എല്ലാ വർഷവും. നമ്മള് ഏതൊരു സിനിമയിലാണോ അത് കണ്ടിരിക്കുന്നത്? മറ്റൊരു നമ്പർ കാറ്റുന്ന സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കാണുന്നുണ്ട്. മറ്റൊരു കണ്ടിട്ടുണ്ട്. സംയുക്ത വർമ്മയുടെ ബിജു മേനോൻ അല്ലെ, അതിലൊരു ഓലമേഞ്ഞ സ്കൂളാണ്. ലാസ്റ്റ് ഒരു കാറ്റ് കാട്ടുമാക്കാന്റെ അല്ലേ, ലാസ്റ്റ് ഒരു കാറ്റടിക്കുന്ന സമയത്ത് സ്കൂളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും. അതിന്റെ റൂഫ് എങ്ങനെയാണ്, മേൽക്കൂര ഓലയാണ്, സൈഡിൽ എങ്ങനെയാണ് ഇങ്ങനെ കുറെ കല്ലുകളൊക്കെ കെട്ടി വെച്ചിട്ടൊക്കെ ആയിരുന്നു അതിന്റെ ക്ലാസ് റൂമിൽ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു സിനിമയല്ലേ. ഇപ്പൊ ഓല മേഞ്ഞത് കടൽ തീരത്ത് കുറച്ച് വീടുകളുണ്ട്. ഈ തിരൂര് കൂട്ടാളി ബീച്ചിൽ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഓല, ഈ മത്സ്യത്തൊഴിലാളികളെ വീടുകള്. പക്ഷെ ഇപ്പോഴും നമ്മള് അത് ആലോചിക്കുമ്പോൾ ഒരു നല്ല ഭംഗിയാണ്. കുറെ പേർക്ക് നൊസ്റ്റാൾജി ഉള്ളതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇഷ്ടപ്പെടും. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഇഷ്ടാവില്ല. മാം, എന്റെ വീടിന്റെ അടുത്ത് തറവാട് വീടുണ്ട്, തെയ്യെല്ലാം ഉണ്ടാവുന്ന. അപ്പൊ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഓല മടഞ്ഞ് തെയ്യത്തിന് അതിന്റെ ഒരു ഇതെല്ലാം ആക്കണം, ചട്ടയെല്ലാം ആക്കണം. ഇപ്പൊ കഴിഞ്ഞ വർഷം മുതൽ ഓല മാറ്റിയിട്ട് ഷീറ്റ് ഇട്ടു. ഓക്കെ, ഓലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. ടീച്ചർ പിന്നെയും പണി തരാൻ പോയത്. ഞാൻ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തന്നിരുന്നില്ലേ, മേക്ക് ആൽഫബറ്റിക് പെൻസിൽ ട്രീ തന്നായിരുന്നു. നന്നായിരുന്നു. ഒരെണ്ണം കൂടി പറഞ്ഞെ. നമുക്ക് ഓല ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ, തെങ്ങിന്റെ ഓല ഉപയോഗിച്ചിട്ട് നിങ്ങൾ നോർമലി ഉണ്ടാക്കാതെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടോയോ എന്തോ ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കണം. മനസ്സിലായോ? ചൂലുണ്ടാക്കുമ്പോ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന സാധനം മാം ഓലപ്പാമ്പ്. വളരെ എളുപ്പമായി പോലെ. എനിക്ക് ഓല കിട്ടാനില്ല, ബാസ്കറ്റില് തെങ്ങില്ല. അതിരിക്കാൻ നമുക്ക് ഇവിടെ പനിയുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അത് ഞാന് മറ്റേന്ന് കേറിയിട്ട് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് വേറെ മെയിലിന് കയറിയത്. അച്ഛന്റെ പേരാണ് ജഗദീഷ് എന്ന്.
ഓക്കെ. ജഗദീശ്വരൻ എന്നാണോ ജഗദീഷ് എന്നാണോ? ഓക്കെ. ജഗദീശൻ എന്നാണ് അച്ഛന്റെ പേര്. പോയിരുന്നിട്ടോ ദിവ്യ പന ഒന്ന് കഴിക്കാൻ പോയി ഒരു അറബിയൊക്കെ പിടിച്ചു എന്നത് കുറ്റക്കാരിയായിരുന്നു. പുറത്തല്ലേ ദിവ്യ? അല്ല ഇവിടെ കുട്ടി കുട്ടി പനകളുണ്ട്. നമ്മൾക്ക് കുമ്പിട്ട് നിന്നിട്ട് ഈത്തപ്പഴം പറിക്കണം, അതുപോലത്തെ പനകളുണ്ട്. അവിടെ നിന്നൊക്കെ കിട്ടും. അതിന് പറ്റുമെങ്കിൽ പുറത്തൊക്കെ പോകുന്നതാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. സ്ക്രിപ്റ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഒരു ലീഫ് ഒന്ന് പറിച്ചെടുക്കാം, ഉണ്ടാക്കി വെക്കാം. പിന്നെ ഞാനൊരു ഐഡിയ പറയാം. അതല്ല എല്ലാവരും കൂടി കേട്ടോ. അപ്പൊ നമ്മുടെ A4 ഷീറ്റിൽ ഓല വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. A4 ഷീറ്റ് വിത്ത് ഓല, അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം ക്രിയേറ്റീവ് ആയിട്ട്. ഓക്കെ. ഇനി ഓലയിൽ തന്നെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് പല സാധനങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ചു, ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചു നോക്കും. അതായത് ഒട്ടിക്കാൻ പറ്റുന്നതും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം, അല്ലാത്തതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ് നമ്മൾ പണ്ട് ഉണ്ടാക്കിയിരുന്നതൊക്കെയായിരുന്നു? ഓലപ്പന്ത്, ഓലപ്പാമ്പ്, വാച്ചുണ്ടാക്കും. കണ്ണാടി, ഓലപ്പായ ഉണ്ടാക്കാൻ അറിയാം. കണ്ണട, വാച്ച്, കൊട്ട, മോതിരം എന്താണ്? കൊട്ടയൊക്കെ മോതി, ഉണ്ടാക്കും. കൊട്ട പിന്നെ ഉണ്ടാക്കും, പൂവ് watch പറിച്ചിടാൻ ഉണ്ടാക്കും. കൊട്ട ഉണ്ടാക്കും. ആ പിന്നെ നമ്മളെ ഇതിങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ സ്ക്വയർ പോലെ ഇരുന്നിട്ട് ഇങ്ങനെ കറങ്ങണം. കാറ്റാടി, അതെ, ചാടി. പന്ത്, ഓലപ്പന്ത്. പിന്നെ വാച്ച്, ഓല, കിളി ഉണ്ടാക്കും ടീച്ചറെ. പിന്നെ കിളീനൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന കിളീനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കൊറേ കിട്ടും, അവരുണ്ടാക്കി കാണിച്ചു തരും. പിന്നെ കൃഷികളൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാറുണ്ട്. ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. ഒരു സാധനം, ഒരു ചതുരത്തിരിക്കുന്ന അതെന്താ ബോളോ? എന്താണ് ഹിത? ചതുരത്തിരിക്കുന്ന ഒരു ഓല വെച്ച് നമ്മൾ ഉണ്ടാക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്വയർ പോലത്തെ ഒരു മറ്റേ റൂബസ്ക്യൂബിന്റെ ഷേപ്പ് പോലത്തെ ഇങ്ങനെ മേഞ്ഞ് അല്ലേ? മനസ്സിലായി. ഹിതൊന്നും അറ്റംപ്റ്റ് ചെയ്ത് നോക്കണ്ട. എനിക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. ഹിതയുടെ വർത്താനം കേട്ട് ഇപ്പൊ വന്ന് തല്ലാൻ പോണ പോലെ എനിക്ക് തോന്നണം, അല്ല ഹിത? ഇങ്ങനെയാണോ നോർമലി? ഇത് വന്നാൽ എല്ലാരും സൈലന്റ് ആയി. ഇത് വന്നു കഴിഞ്ഞാ ഇതയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാല് പിന്നെ എല്ലാരും സൈലന്റ് ആയി. ഇതങ്ങ് വന്ന് 2-3 സെന്റൻസ് പറയുള്ളൂ, പക്ഷെ നല്ല പരിചയം ഉണ്ടാവും. വല്ലപ്പോഴേ വരാറുള്ളൂ, വല്ലപ്പോഴേ പ്രതീക്ഷപ്പെടാറുള്ളൂ. ക്ലാസ്സിൽ ഉണ്ടാവും പക്ഷെ മാം, കാണാറില്ല. ഹിതയുടെ സൗണ്ട് ഒരു വെറൈറ്റി സൗണ്ട് ആണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞ പെട്ടെന്ന് നമ്മളൊന്ന് ഞെട്ടും. ആള് തല്ലാൻ വന്ന മുതലാണ് വരുന്നത്. ആള് പോയി ഉണ്ടാവുന്നില്ല. അപ്പൊ ഓല കൊണ്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഫ്ലവർ ചെയ്യാൻ പറ്റുമോ? ഫ്ലവർ ഉണ്ടാക്കി വെക്കാൻ പറ്റും, നോക്കണേ. എന്നേക്കാ മിസ്സ ഇച്ചിരി ഉണങ്ങിയ ഓലോണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പനയുടെ ഓല ഉണങ്ങിയത് കിട്ടുമല്ലോ. ഉണങ്ങിയ ഓല കൊണ്ട് നമുക്ക് തീ കത്തിക്കാൻ പറ്റും, അല്ലാണ്ട് ചെയ്യാൻ പറ്റും. കിട്ടിയതാ ഒടിഞ്ഞു പോകില്ല എന്നാണെങ്കിൽ ചെയ്യാം. ഉണങ്ങിയ ഓല കൊണ്ട് ചൂലുണ്ടാക്കാം. അല്ല ഇവിടെ ഒമാനികള് ഈ ഓലയുടെ ഇല കൊണ്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ കാണേ. അപ്പൊ നമ്മള് പുറത്തു പോയി അങ്ങനെ വല്ലതും കണ്ട് അങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് ചോദിച്ചതാ. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇതിക്ക് പറ്റും. പന ഉണങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു, അല്ലേ? പനയുടെ ഉണങ്ങി ഇവര് കഴിഞ്ഞാൽ പച്ചയുടേതുകൊണ്ടല്ല ചെയ്യാ, ഒന്ന് വാടിയതുകൊണ്ടാ ചെയ്യാറ്. അത് വെച്ചാൽ അതുകൊണ്ട് ബാഗ് ഉണ്ടാക്കണ കാണാം. പിന്നെ കുറെ തരം കൊട്ട, പിന്നെ നമ്മളുടെ ചൂലി പനയുടെ ഓല ഇങ്ങനെ കീറി നമ്മള് ബ്രഷ് പോലെയാക്കും അവര്. നമ്മള് പൊടിയടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതുപോലത്തെ ബ്രഷ് പോലെയാക്കും. ദിവ്യ, വിഷറി ഉണ്ടാക്കാൻ പറ്റുന്നത് ഇവര് ബാഗും കുറെ സാധനങ്ങളിലും മൊത്തം വെട്ടിയെടുത്താൽ വിഷറി ഉണ്ടാക്കാൻ പറ്റും. വിഷറി ഉണ്ടാക്കാൻ പറ്റുമോ? വിഷറി വിഷറി പനയുടെ ഓല കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോ എങ്ങ് പറിച്ചാ പോലെ ചെയ്യണം.
കമുങ്ങിന്റെ പാള കൊണ്ട് വിഷറി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിന്റെ അടുത്ത്. കവുങ്ങിന്റെ പാളയില്ലേ, കവുങ്ങിന്റെ പാള അതിനെ കൊണ്ട് വിഷറി ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ അങ്ങനെ വീശാമ്പാളയെന്നല്ല ഇതിന് പറയണേ, അങ്ങനെ എന്ത് പറയും? വീശാമ്പാള, വിഷറി. വിശറി. ഓക്കെ. അപ്പൊ പച്ചന്റെ എല്ലാ പോലെ എല്ലാ സ്ലാങ്ങും കേൾക്കാം, പല പല ജില്ലയിൽ നിന്നുള്ള കുട്ടികളല്ലേ. അതെ അതെ അതെ. ഞാൻ ചോദിക്കുന്നത് ഫ്ലവർ ചെയ്ത് നോക്കട്ടോ നിങ്ങള്. കുറെ ലീഫ് വെച്ചിട്ട്, ഓലയുടെ കുറെ ലീഫ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഒരു നമ്മൾ എന്താ പറയാ, നമ്മള് ബൊക്കെ കണ്ടിട്ടില്ല, അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. എന്നേക്കാണ് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളെ സമയം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. അത് ഉണങ്ങില്ല മിസ്സേ, അതൊരു വർഗം എന്നുള്ള കാര്യം ചെയ്താ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്തു. ഓക്കെ. ഫ്ലവർ ഉണ്ടാക്കുന്ന ഐഡിയ എങ്ങനെയെന്ന് മനസ്സിലായോ? ഓല കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കണം. മനസ്സിലായില്ല, അതെങ്ങനെയാ? ടീച്ചർ എല്ലാം ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു തരും ചോദിക്കുമ്പോ. അതായത് ഓല എടുക്കുക, കീരെടുക്കുക, എന്നിട്ട് ഓരോ ഓലകൾ ഇങ്ങനെ മടക്കുക. കുരുത്തോലയല്ലേ മിസ്സേ? കുരുത്തോലല്ല, ഓല. കുരുത്തോല എന്താന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, കുരുത്തോലങ്ങളുണ്ട് എല്ലാവരും. രണ്ടു ടൈപ്പ് ഉണ്ടാക്കിക്കോ, കുരുത്തോലം വെച്ചുണ്ടാക്കിക്കോ, ഇത് ഉണ്ടാക്കി കുഴപ്പമൊന്നുമില്ല. എന്താണിത്? എന്നിട്ട് അത് ഇങ്ങനെ മടക്കി അതായത് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കണം. അത് കുറെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോ എന്നിട്ട് ജസ്റ്റ് താഴെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കെട്ടണം ഒരുമിച്ച്. എല്ലാം തിക്കായി വരും. ഏകദേശം ഇത്രയും വലുപ്പത്തിൽ കുറെ ഓലകൾ ഇങ്ങനെ എന്താ അഡ്ജസ്റ്റ് ചെയ്തില്ല, ഇങ്ങനെ വളച്ച് വെക്കാം. അതിന്റെ ഓരോ എഡ്ജസിലും നമുക്ക് എന്തെങ്കിലും മുത്തോ അല്ലെങ്കിൽ അത് നിർത്താൻ പാകത്തിന്, അല്ലെങ്കിൽ അത് വിരിക്കാൻ പാകത്തിനുള്ള പാകത്തില് എന്തെങ്കിലും നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, അത് ചെയ്ത് നോക്കും നിങ്ങൾ. ആദ്യം ഒരു റഫ് ആയിട്ടുള്ള ഒരു ഓലയ്ക്ക് എടുത്തിട്ട് ഓല മുഴുവൻ കീറി ഇടത്തിട്ട് വീട്ടിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടെ ഉണ്ടാവും, നമ്മളെക്കാൾ മുന്നിൽ ഇറങ്ങാൻ ആൾക്കാര്, മക്കളുണ്ടാവും. ഓക്കെ. അപ്പൊ വെക്കേഷൻ ടൈമിൽ ചെയ്താൽ മതി. അപ്പൊ അവരും കൂടെ പോയിക്കോളും. അപ്പൊ ചെയ്താൽ മതി. ഓക്കെ. യെസ്. ഇപ്പൊ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോ. എപ്പോഴാണ് കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. മിസ്സേ ഫ്ലവർ തന്നെ ഉണ്ടാക്കണം നിർബന്ധമാണോ? ഒരു നിർബന്ധമൊന്നുമില്ല, ഞാനൊരു ഐഡിയ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് ഉണ്ടാക്കാം. നമ്മൾ ഈ നോർമലി ഉണ്ടാക്കണ കണ്ണട, വാച്ച് അങ്ങനത്തെ ഒക്കെ മാറ്റി പിടിച്ചിട്ട് വേറെ ഉണ്ടാക്കാനായിരിക്കും അല്ലേ? അതെ അതെ, ഇച്ചിരി വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിപതികളായാലും ഓൺ ക്രിയേറ്റിവിറ്റി ആവും അല്ലേ? ഓൺ ക്രിയേറ്റിവിറ്റി നിങ്ങൾ കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ളവരല്ല, അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടു മിസ് പൊതുകരിച്ചത്. ഇഷ്ടപ്പെട്ടു. അല്ല, ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ നല്ല ചെയ്യാൻ തോന്നുള്ളൂ നമുക്കല്ലേ. അല്ലാതെ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ വേണ്ടാന്ന് പറയണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനൊരു ഇഷ്ടം ഉണ്ടാവില്ല. ഇച്ചിരി ഒന്ന് പൊക്കിത്താന്ന കുഴപ്പമുണ്ടാവില്ല. പൊക്കിയതൊന്നല്ല കേട്ടോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്നവരാ, നല്ല നല്ല കുട്ടികളാണ്. യെസ്. 4 ടൈപ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? RC സെൻട്രിങ് റൂഫിംഗ്, ടൈൽ റൂഫിംഗ്, ഷീറ്റ് റൂഫിംഗ്, ടാപ്റ്റഡ് റൂഫിംഗ്. ഇനി ഒരു റൂഫിംഗ് കൂടി അവിടെ പറയുന്നുണ്ട്, നോക്കിയേ. ട്രീ റൂഫിംഗ് ക്ലാസ്സസ്. അതിലാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ട്രീ റൂഫിംഗ് ക്ലാസ്സസില് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു അവർ പഠിച്ചിട്ടുണ്ട്, ഒരു പീരീഡ് പഠിച്ചിട്ടുണ്ട്. ഒരു അവറില്ല, അതന്നെ ഞാനും പറഞ്ഞോളൂ. അല്ലാതെ മരത്തിനടിയിലുള്ള സ്കൂളിലല്ലോ. ഓക്കെ. നമ്മള് ഏതെങ്കിലും ഒരു പീരീഡ് ഏതെങ്കിലും ടീച്ചേഴ്സ് കൊണ്ടുപോകുന്നു അല്ലെ, മരത്തിന് താഴെ ഇരുന്നിട്ടാണ്. വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ. ഞാനും പഠിച്ചിട്ടുണ്ട്. നല്ല തടിയും മരങ്ങള്. എന്താ അതിന്റെ പേര്? എന്താ ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ റെയിൻ ക്ലീപ്പർ, കുഞ്ഞ് ചുവന്ന അപ്പുപന്താടി പോലത്തെ അതെ അതെ, ഒരു വാല് പോലെ ചെറിയ. അതിന്റെ താഴെ വീണ് കിടക്കും, ചെറിയ ഇലകളായിരിക്കും അതിന്. അതിന്റെ റെയിൻ ക്ലീപ്പർ എന്ന് പറയും. പിന്നെ അതിന്റെ വേരുകൾ ഉണ്ടാവും അല്ലെ, താഴേന്ന് മുകളിലേക്ക് നന്നായിട്ട് പൊന്തിയാത്ത വേരുകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. കുറെ സ്റ്റുഡൻസിന് ഇരിക്കാം, പല ഷീറ്റ്സിലായിരിക്കും. ഓക്കെ. അങ്ങനൊന്നും ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലൊന്നും വെട്ടിക്കളഞ്ഞു. ഭയങ്കര വെയിലാണ്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ പോയി പറയില്ല, ചെറിയ സമയത്ത് അത് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായി.
അതിന് താഴെ ഇരുന്ന് കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മള് സോഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മലയാളം ഇതൊക്കെയാണ് പഠിച്ചിരുന്നത്. നല്ല രസമായിരുന്നു അല്ലെ വെറുതെ. ടീച്ചർ ചിലപ്പോ ഒരു പോയ പദ്യം പാടുന്ന സമയത്ത് അതിങ്ങനെ കേൾക്കാൻ പുറത്തൊക്കെ ഇരുന്ന് നമ്മളെ പദ്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോ കേൾക്കണം, നമ്മളത് കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കും. കുറെ കഴിയുമ്പോൾ ടീച്ചർ ഒന്ന് വെച്ചിരുന്ന് നോക്കും. പിന്നെ ചില പദ്യങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ട് ഓർമ്മയുണ്ട്. ചില പദ്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങൾ. ഈ മാമ്പഴം പഠിച്ച സമയത്ത് മാമ്പഴം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാമ്പഴം ആരുടെയായിരുന്നു മാമ്പഴം? വയലോപ്പിള്ളി മാമ്പഴം. ചിഷ വൈലോപ്പിള്ളിയുടെ മാമ്പഴം അറിയാവോ പാടാൻ? അങ്കണത്തൈമാവിലല്ലേ? അതെ അതെ. അറിയോ? ഷാരിദ പാടും, ആരെങ്കിലും പാടും? കുറച്ച് പാടാമോ? ജിഷ പാടുന്നുണ്ടെന്ന് പാടിക്കോ. അല്ല പാടിക്കോളാം, കുഴപ്പമില്ല. എനിക്ക് കവിത പാടാൻ അങ്ങനെ അറിയില്ല, പറയാനേ അറിയാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിനുള്ളിൽ പാടും. ബാക്കി പാടും ജിഷ. പാടാൻ ടീച്ചർ. അങ്കണത്തൈമാവിൽ നിന്നും ആദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നു ഉതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടേ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു. ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നി നീ. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കുല തല്ലുന്നതും തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പോരെ ടീച്ചർ? വെരി ഗുഡ്. അതങ്ങ് ഫീൽ ആയിട്ട് പാടി അല്ലേ? ടീച്ചർ താങ്ക് യു. ജിഷ ഒരു കവിയത്രി തന്നെ. പക്ഷെ പാടിയത് നമ്മളെല്ലാവരും പഠിച്ചത്. ഈ ലൈൻസ് ഇത്രയായിട്ട് ഓർമ്മിച്ച് പാടിയല്ലോ, അതന്നെ വലിയ കൺഗ്രാറ്റ്സ്. ഞങ്ങൾക്കൊക്കെ മറന്നുപോയി. അന്ന് നല്ല രസത്തില് പാടിയിരുന്നു. അതെ, ചില കവിതകളൊന്നും മറക്കില്ല. കാരണം ഡെയിലി ലൈവ് ഉള്ളതുകൊണ്ട് തിങ്കൾ മുതൽ ഞായർ വരെയും കവികളുടെ കാവ്യസലാപം എന്ന് പറയുന്ന ഇന്റർവ്യൂ ആണ്. അപ്പൊ ഓരോ കവികളെയും പരിചയപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് ലൈവിൽ വരുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും കവിത ചോദിക്കും. അപ്പൊ നമ്മൾ കുറച്ച് വരികളൊക്കെ ജീവിച്ചു പോകാൻ വേണ്ടി കുറച്ചൊക്കെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ പെട്ടെന്ന് ചോദിച്ചറിയാം, ചിലത് അറിയില്ല. ഞാനും ജിഷ, ഞാൻ എൻ്റെ മകൾക്ക് കവിതയൊക്കെ കേൾപ്പിക്കലുണ്ട്. പിന്നെ ഭൂതപ്പാട്ട്, ഇടശ്ശേരിയുടെ വിജയതയും മക്കളും പണ്ട് ഞങ്ങള് പഠിച്ചതാണ് ഇതൊക്കെ. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. ശരണ്യ ഒരു കാര്യം ഇട്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല, പക്ഷെ ചെയ്യണം. അതിനവസരം നിങ്ങൾ തന്നെ പറഞ്ഞു തന്നതാ. ഭൂതപ്പാട്ട് നിങ്ങൾക്കൊന്ന് ദൃശ്യാവിഷ്കാരം ചെയ്യാൻ പറ്റുമോ ഓൺലൈനില്? ഓരോരുത്തർ ഓരോ കഥാപാത്രങ്ങളായിട്ട് ചെയ്യാൻ പറ്റും? പറ്റില്ലേ? ചെയ്യാം മാം. അത് അതിന്റെ ഫസ്റ്റ് ഒരു ഐഡിയ എങ്ങനെയാന്ന് ഐഡിയ കണ്ടെത്തണം. നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കൂ. എന്താ മിസ് പറഞ്ഞ? ഞാൻ നമ്മള് പരിശ്രമിക്കാം. ഓക്കെ മാം. നമ്മള് ഭൂതപ്പാട്ടിന്റെ ദൃശ്യാവിഷ്കാരം, ഭൂതപ്പാട്ടിന്റെ നമ്മളെല്ലാം ഇംഗ്ലീഷ് സോങ്സും ആക്ഷൻ സോങ്സും സ്റ്റോറി ഒക്കെ ഇംഗ്ലീഷിലൂടെ നിങ്ങൾ പറയാറുണ്ട് അല്ലെ, സൈനിങ് ആയിട്ട്. പക്ഷെ ഒരിക്കലും പോലും നമ്മളൊരു മലയാളം കോൺസെപ്റ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നൊരു ഏടെടുത്ത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടോ? ഇല്ല.
ഇല്ല, അത് ഇനിയുള്ള തലമുറകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനാണ് പോകുന്നത്. ഇനിയിപ്പോ നിങ്ങളിലൂടെ അത് മറ്റുള്ളവരിലേക്ക് കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് തന്നെ അത് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ പഴയ ഭൂതപ്പാട്ടിനെയൊക്കെ നമ്മൾ പിന്നീട് എന്താണ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ മുന്നോട്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ആലോചിക്കുക. ഒരു സമയം എടുത്ത് പതിയെ ചെയ്താൽ മതി. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ കോർഡിനേറ്റ്, ആരൊക്കെ ഏതൊക്കെ കഥാപാത്രങ്ങൾ ചെയ്യും, അതെങ്ങനെ ദൃശ്യാവിഷ്കരിക്കാൻ സാധിക്കും, അതിന്റെ മ്യൂസിക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിൽ ആര് പാടും, അതിന്റെ കൂടെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ആര് പാടും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരെങ്ങനെ ചെയ്യും, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഐഡിയ വെച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഭൂതപ്പാട്ട് എന്ന് പറഞ്ഞാല് ഒരു അമ്മയും മകനും തമ്മിലുള്ള പിന്നെ പള്ളിക്കൂടത്തിലേക്ക് വിടുന്നതും പിന്നെ അവിടെ ഭൂതം വരുന്ന ഭൂതമുണ്ട് അല്ലെ, ഭൂതമുണ്ട് അല്ലെ, അതിലൊരു ഭൂതമുണ്ട്. പിന്നെ ഭൂതം വരുന്നതും പിന്നെ അവിടെ കുറെ ഒരു പിന്നെ സംഭാഷണമില്ലേ, ഭൂതവും പിന്നെ അമ്മയും തമ്മിലുള്ള സംഭാഷണം. അതെ, കണ്ണെടുത്ത് കൊടുക്കും. അപ്പൊ അവിടെ 3 കഥാപാത്രങ്ങളുണ്ട്. ഒരു ലാസ്റ്റ് അതിന്റെ ലാസ്റ്റ് പറഞ്ഞാൽ അമ്മയുടെ സ്നേഹത്തിന്റെ മുമ്പില് ഭൂതം പിന്നെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ? അതെ, ഭൂതത്തിന് കുട്ടിയെ വിട്ടു കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങളോട് ഞാൻ എന്താ പറയണെന്ന് മനസ്സിലായത്? നിങ്ങളത് അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞത്. ആക്ടിങ് നമുക്ക് വേണം അല്ലെ, അഭിനയിക്കണ്ടേ? അപ്പൊ തമാശ പറഞ്ഞല്ല, വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. ഇപ്പൊ അതില് 3 കഥാപാത്രങ്ങളുള്ളൂ. ഉണ്ണിയുണ്ട്, അമ്മയുണ്ട്, ഭൂതമുണ്ട്. പക്ഷെ നിങ്ങളൊരു എക്സ്ട്രാ ഒരു 3 പേരെയും കൂടി ഒന്ന് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ കുട്ടീനെ അന്വേഷിച്ച് അമ്മ പോകുന്ന സമയത്ത് ഒന്ന് 2-3 പേരെ കണ്ട് ചോദിക്കുകയാണ് അല്ലെ, എന്റെ മുന്നിയെ കണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു 2-3 പേരായിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു സംഭാഷണം, അമ്മയും ആ അല്ലെങ്കിൽ ആ ഒരു നാട്ടുകാരെ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ഒരു പേരൊക്കെ കൊടുത്ത് അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ഓരോരുത്തരും ഓരോ റോളുകൾ ഏറ്റെടുത്താൽ മതി. പാട്ട് പാടാൻ കഴിയുള്ള ഒരാള് പാടാനായിട്ടുള്ള രീതിയിൽ ഒരു ഏകദേശം ഒരു ഐഡിയ എന്തെങ്കിലും കിട്ടണമെന്നോ പറയണത്? ഈ ഭൂതപ്പാട്ട് എന്താന്നപ്പോ ഞാൻ ആലോചിക്കണം, എനിക്കറിയില്ല കേട്ടോ എന്താണ്. ഞാനേ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഒരു ആമന്റെയും മുയലിന്റെ ഒക്കെ ഒരു ഇത് പാത്ത് പതുങ്ങി പമ്മി നടക്കുക അങ്ങനെയൊക്കെ ഒന്നും, അതൊന്നല്ലല്ലോ. എനിക്ക് മലയാള ഭൂതപ്പാട്ട് പദ്യം. എന്താണ്. മാമ്പഴം പോലൊക്കെ തന്നെ പ്രശസ്തമായിട്ടുള്ളത്. ഫർസാന മറ്റേ ആറ്റിൻവക്കത്തെ മാളിക വീട്ടിൽ ആറ്റുനോറ്റിട്ടുള്ള ഉണ്ണി വീണ എന്തായിരുന്നു അങ്ങനെയല്ലേ മിസ്സേ? ഉണ്ണി പിറന്നു. പിന്നെന്താ അങ്ങനത്തെ പാട്ടല്ലേ മിസ്സേ ഉദ്ദേശിക്കുന്നേ? അത് തന്നെ, അതെല്ലാം ഭൂതപ്പാട്ടിന്റെ ഭാഗമാണ്. അങ്ങേലിക്ക് ആറ്റുനോറ്റൊരു ഉണ്ണി പിറക്കും. ഉണ്ണിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ചോദിച്ച് ഭൂതം വരും. അപ്പോഴത്തേക്കും വെള്ളം എടുക്കാൻ പോകുമ്പോൾ കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകും. അപ്പോൾ കുഞ്ഞിനെ തിരഞ്ഞു നടക്കും. പിന്നെ അവസാനം വിട്ടുതരാൻ പറയുമ്പോൾ ഭൂതം ഒരിക്കലും കൊടുക്കില്ല. അപ്പം സ്വന്തം കണ്ണ് ചൂഴ്ന്നു കൊടുത്തിട്ട് എനിക്ക് എന്റെ മകനെ വേണം എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന് മുന്നിൽ ഭൂതം ഒന്നുമല്ലാതായി, അതായത് പശ്ചാത്താപത്തിലൂടെ ഭൂതത്തിന് മോക്ഷം കിട്ടുന്ന രീതിയിലാണ് ഈ കഥ. വേറെ കുട്ടീനെ മാറ്റില്ലേ? കുട്ടിയെ മാറ്റി പല രീതിയിലും പരീക്ഷിക്കും. അപ്പോൾ പരീക്ഷിക്കുമ്പോഴെല്ലാം അമ്മയ്ക്ക് ആ സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിയും. ഓക്കെ, അങ്ങനെ നിങ്ങൾ എല്ലാവരും ഓരോ റോൾസുകൾ കൈകാര്യം ചെയ്ത് ലാസ്റ്റ് ഒരു മെസ്സേജ് ഒരാൾ പറയുകയാണ്. എല്ലാം ക്യാമറ ഓൺ ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം എടുത്ത് പ്രിപ്പയർ ചെയ്താൽ മതി. ഒരാളതിന് കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ ടിഷ ആ കഥ നന്നായിട്ട് അറിയാമെന്നുള്ളതൊക്കെ പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി അതിലൊരു ആലോചനയൊക്കെ നടത്തുക സമയം അനുസരിച്ച് കേട്ടോ. സമയമുള്ളത് പോലെ ചെയ്താൽ മതി. ആ പാട്ട് എനിക്കറിയാം മാം, കുറച്ച് പാട്ട് നിങ്ങൾ അത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് അത് ഓരോ ഡയലോഗ്സുകൾ പറഞ്ഞു ചെയ്തായിരിക്കും നല്ലത്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ നാറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു ഉണ്ണിക്കരയിലേക്ക്, അതല്ലേ മാം? പക്ഷെ നമ്മൾ അത് അഭിനയിക്കുകയാണ്. അത് ഓരോ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുക. മനസ്സിലായോ? നന്നായിരിക്കും ചെയ്താൽ, നിങ്ങൾക്ക് പറ്റും. ഭൂതാരാവുമോണ് അതൊക്കെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്താൽ മതിയത്. ഇപ്പൊ നമ്മൾ ആരെ ഇത്രയും പറഞ്ഞു തന്നിട്ട് ഇപ്പൊ അത് ഞങ്ങൾ ചെയ്തോളൂ, എനിക്ക് ടീച്ചർ അറിയണ്ട. ടീച്ചറെ സോറി ടീച്ചറെ, ഇപ്പൊ ഒന്ന് ആരൊന്നും അറിയില്ല.
ചോദിച്ചിട്ടുള്ള നിങ്ങൾ സഫി ഇല്ലെന്നുള്ള ക്ലാസ്സിൽ സഫിയനോട് ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ദിവസം കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതും കൂടി അതാണ് മിസ് ഇപ്പൊ ക്ലാസ്സിൽ കേറാത്ത പലരും ഉണ്ടായിരിക്കും. അപ്പൊ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുമ്പോ കഴിവുള്ള പലരും ഉണ്ടാവുമല്ലോ. അപ്പൊ ഭൂതം ഉണ്ടാവണം, അമ്മ ഉണ്ടാവണം, പിന്നെ ആരാണ് ഉണ്ണി ഉണ്ടാവണം അല്ലേ? ഉണ്ണി ഉണ്ടാവണം. ഉണ്ണിയുടെയൊക്കെ സംസാരം നമുക്കതില് സംഭാഷണത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മളത് റീക്രിയേഷൻ ആണ്. അത് അതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. പക്ഷെ അതിന്റെ എല്ലാ കണ്ടന്റും കഴമ്പും അതിലുണ്ടായിരിക്കണം. ഒരിക്കലും അത് ഒരു മോഡേണൈസ് ചെയ്ത് ചെയ്യാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഇതിന്റെ ദൃശ്യാവിഷ്കാരം. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് നിങ്ങള് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് നിങ്ങളുടേതായ ഐഡിയയിൽ ചെയ്യണം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ല, ലിറിക്സ് എഴുതി തരാനുള്ള കവയിത്രി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ ഹെൽപ്പ് ചെയ്തോളൂ നിഷ അല്ലേ? നിഷ ചെയ്യാം ടീച്ചർ, എന്നെ കൊണ്ട് കഴിയും പോലെ ചെയ്യാം. കാലപ്പൊക്കെയോ? മിസ് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഇത് തന്നിട്ടുണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ? ഇംഗ്ലീഷിലെ ടീച്ചിങ്ങിന്റെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, സെമിനാർ തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, മതി ചെയ്താൽ മതി. നല്ലൊരു അനുഭവമായിരിക്കുമല്ലോ ചെയ്യുന്നതിലൂടെ. സമയം എടുത്ത് ഭംഗിയായിട്ട് നന്നായിട്ട് ആവിഷ്കരിക്കാം. അതെ, സമയം എടുത്തതാണ് ഇതിനൊക്കെ. സമയം എടുക്കണം. നമ്മളിപ്പോ നാടകമൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നാടകം ഒരുപാട് സമയം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് ഇഴകി ചേർന്നിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. ലാസ്റ്റ് മൊമെന്റിൽ, അതായത് അതിന്റെ എല്ലാ കഴമ്പും ഉൾക്കൊണ്ടതിന് ശേഷമാണ് നാടക ദൃശ്യാവിഷ്കാരം ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ മാക്സിമം എല്ലാവരും അഭിനയിക്കാൻ നോക്കണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ റോളുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഒരു നാടകം ചെയ്യുന്നത് പോലെ നാടകത്തിന്റെ കോൺസെപ്റ്റിലൊക്കെ ചെയ്യാൻ നോക്കുക. ആ പാട്ട് നിങ്ങൾ എങ്ങനെ നാടകാവിഷ്കാരത്തിലൂടെയൊക്കെ കാണിക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് യഥാർത്ഥത്തിൽ ടീച്ചർ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഈണം എന്ന് പറയുന്നത് ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ദൃശ്യാവിഷ്കാരം ചെയ്യുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ രോമാഞ്ചം ഉണ്ടാവുന്ന വിധത്തിലാണ് അതിന്റെ തുടക്കം വരുന്നത്. അത് പാടി കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്ന് ഓട്ടുചിലമ്പിൻ കലമ്പലുകൾ, അയ്യയ്യാ 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 വരവം വിളിപ്പൂങ്കലമെയിലണിഞ്ഞ കരിമ്പൂതം. അങ്ങനെയാണ് നമ്മൾ പാടി വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ അഭിനയം അറിയാതെ വരും. നമ്മൾ പഠിച്ച ഈണോ അല്ല യഥാർത്ഥത്തിൽ ഭൂതപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും അതുപോലെ അഭിനയം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വർക്കാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഒരു ഐഡിയ കൂടി, നമ്മളിപ്പോ ഓൾറെഡി നിങ്ങൾ അഭിനയിക്കുകയാണോ, മാക്സിമം കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഇപ്പൊ ഒരു ഭൂതത്തിനാകാൻ പറഞ്ഞ ഒരു ഭൂതമാകാന്നുള്ളത് കുറച്ചും കൂടെ എളുപ്പമാണ്. നമുക്ക് എന്തെങ്കിലും കൺവെൻഷോ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഒരു ചുമപ്പ് എന്തെങ്കിലും ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭൂതത്തിന്റെ ഒരു ലുക്ക് വരും അല്ലെ? അങ്ങനെ കോസ്റ്റ്യൂം കൂടി ചെയ്തിട്ട് ഉണ്ണിയാവുമ്പോ ഒരു കുഴപ്പമുണ്ടല്ലേ? കുഴപ്പമില്ല, ഉണ്ണിയായിട്ട് അഭിനയിച്ചാൽ മതി നിങ്ങള്, കുഴപ്പമില്ല. പറയുന്ന ഡയലോഗ്സിൽ ഉണ്ണി പറയുന്ന പോലെ ആ ഒരു കുട്ടി പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുക. അമ്മയാവുന്ന ആൾ ആരാണെന്ന് വെച്ചാൽ അമ്മയാണ് ഒരു കുട്ടി. ആ കുട്ടി നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അവരോരോ ക്യാരക്ടേഴ്സ് എങ്ങനെയാ അവതരിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യും കേട്ടോ. ഓക്കെ, തയ്യാറാണോ? അഭിവൃദ്ധി ചെയ്തോളൂ. ഇന്ന് ആലോചിക്കാം. ഇപ്പൊ ആലോചിക്കാനൊരു ടോപ്പിക് ആണല്ലോ, ഡിസ്കസ് ചെയ്യാനായിട്ടൊരു ടോപ്പിക്കായി. ആയിരിക്കും ഒരു ബേർഡൻ ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ? ഇല്ല, പണ്ടത്തെ നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തോട്ടൊക്കെ പോയി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ അഭിനയിച്ചതാ, മറന്നുപോയ പ്രശ്നമാണ്. നല്ല രസമായിരുന്നു എന്നൊക്കെ. ഷാരിബക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? സൗണ്ടൊക്കെ പഠിക്കണം. ഇല്ല, നോമ്പൊക്കെ അല്ലേ, അതിന്റെ ഒരു പ്രശ്നം, വേറെ പ്രശ്നം. യെസ്, അപ്പോ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടാണ് അപ്പാർട്ട് ഫ്രം ദിസ് സംടൈംസ് ദ ക്ലാസ്സസ് ആർ ടേക്കൺ ഇൻ ഓപ്പൺ എയർ. ഇതിലേക്ക് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിയതല്ലേ? ട്രീ റൂഫിംഗ് ക്ലാസ്സസിന്റെ കാര്യത്തിൽ നിന്ന് നമ്മൾ എവിടെ വരെത്തി? ട്രീ റൂഫിന്റെ മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് എത്തിപ്പെട്ട ഒരു ചിന്ത ഉണ്ടോ? ഒരു നാടകത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ,
നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? അഭിനയിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആക്ഷൻ സോങ്സ് അല്ലാതെ? ഇല്ല ഇല്ല. ഇല്ല ടീച്ചർ, ഇല്ല. ആ ഒരു അവസരം കൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ. നമുക്കിതൊരു ഓഫ്ലൈൻ ആണെങ്കിൽ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? പക്ഷെ നമ്മൾ ഓൺലൈൻ അങ്ങനെ വെല്ലുവിളിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കണം അല്ലേ? യെസ്. ഇന്നത്തെ കുട്ടികൾ ആരെങ്കിലും ട്രീ റൂഫിംഗ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ട്രീ റൂഫിന്റെ അടിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? വരച്ചോട്ടിയിട്ട് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മോളുടെ സ്കൂളിലുണ്ട്. ഉണ്ട്. നല്ല കാര്യം. ഞാൻ പഠിപ്പിക്കാൻ പോയ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഭയങ്കര ബഹളമായി പോയി. അവർക്ക് പിന്നെ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോ പിന്നെ വലിയ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പുറത്തു പോകണം. അത് ബുദ്ധിമുട്ടാവില്ല. മറ്റു ടീച്ചേഴ്സ് ഓരോരോ സാറന്മാരോ 1 hour എല്ലാം ട്രീ റൂഫിൽ ഇരുത്തി പഠിപ്പിക്കുന്ന കാണാം. ഓക്കെ. അടുത്തത് വരുന്നത് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിങ്ങും സൈഡ് വാൾസും ബ്ലാക്ക് ബോർഡ്സും നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാമോ? വായിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഇത് നമ്മൾ കംപ്ലീറ്റ് ഒരു ക്ലാസ് മുറിയിൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്റേഴ്സിൽ കംപ്ലീറ്റ് വരുന്നത്. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബ്ലാക്ക് ബോർഡ്? ഞാനും ആദ്യം പഠിക്കുന്ന സമയത്ത് ബ്ലാക്ക് ബോർഡ് അതിനെപ്പറ്റി എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ എഴുതുന്ന കാര്യങ്ങൾ വരെ അതിന്റെ സ്ട്രക്ചർ എഴുതുന്ന ഇല്ലുസ്ട്രേഷൻ, നമ്മൾ കൊടുക്കുന്ന എടുക്കുന്ന ഓരോ ചോക്സിന്റെ കളേഴ്സുകൾ അതെന്ത് റെപ്രസെന്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇനി ടൈപ്സ് ഉണ്ട്, ബോർഡുകൾ പല ടൈപ്സിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം സ്കൂളിൽ ഓരോ തിങ്സും ചെറുതല്ല, ഒരു സാധനവും ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള പല യൂസസുകളുണ്ട്. ഓക്കെ. ഇനി ബ്ലാക്ക് ബോർഡ് ടൈപ്സ് വരുന്നുണ്ട്, അതിന്റെ യൂസ് എന്താണ്, ഇനി എങ്ങനെ ഒരു ബ്ലാക്ക് ബോർഡ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും, സീറ്റ് അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ് ഒരു ക്ലാസ്സിന്റെ, പിന്നെ യൂണിഫോംസ് എങ്ങനെയാണ്, എത്ര കാര്യങ്ങളാണ് ഈ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിൽ വരുന്നത്. ഓക്കെ. അപ്പൊ ബ്ലാക്ക് ബോർഡ് വരെ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നമ്മളോട് സംസാരിച്ചപ്പോ ടീച്ചർ ഒന്നിപ്പോ അസുഖമൊക്കെ മറന്ന് ഉഷാറായില്ലേ? അതെ അതെ, എനിക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ വർത്താനം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞുപോയി. മാറുന്നില്ല എന്ന് എന്താണെന്നാവും. ഭയങ്കര ശരീരവേദനയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിയിട്ടാണ് തോന്നുന്നത്. വേർക്കയില്ല, നമ്മുടെ തല മുഴുവൻ കംപ്ലീറ്റ് ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കും. ഓൾറെഡി വേർപ്പ് കൂടുതലാണ്. ഈ ഒരു ചൂട് സമയമായപ്പോ കംപ്ലീറ്റ് ഇങ്ങനെ വേർന്നു. ഭയങ്കരമായിട്ട് നമ്മൾ അസ്വസ്ഥമായിരുന്നു. ഓക്കെ. സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ഞാനാണ് മാം. ആരാണ്? ശ്രീകൃഷ്ണൻ. ഞാൻ ഒരു കുഞ്ഞി കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. ഇത് മൊത്തം മലയാളത്തിൽ അങ്ങ് മറഞ്ഞു അല്ലേ? ഓക്കെ, പാടിക്കോളൂ. താരാട്ടു പാടിയതമ്മ, താലോലം മാട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ, പൊന്നിന്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ, പൊന്നിൻ കുടമായി തന്നെ പൊന്നും മകൾ നൽകിയതമ്മ, താരാട്ടു പാടിയതമ്മ, താലോലം മാട്ടിയതമ്മ, ഞാനുറങ്ങണ നേരത്ത് രാവറിയാതിരുന്നതമ്മ, ഞാനുറങ്ങണ നേരത്ത് നോവറിയാതിരുന്നതമ്മ, ചിരിയ പാടിക്കോളൂ. പാൽച്ചിരിയാൽ ഞാൻ ഉണരുമ്പോൾ പാൽ മധുരം ചുരത്തിയമ്മ, മാമോണിന് നേദ്യം നൽകി മാമുണ്ണാൻ കഥകൾ പറഞ്ഞു. കാൽ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇതൊരു പഴയ സിനിമാ പാട്ട് പോലെയല്ലേടോ? എന്താണ് പെണ്ണിന്റെ ചെറുപ്പത്തെ പുഞ്ചിരി, ആ പാട്ടില്ലേ? അതുപോലെ തോന്നുന്നുണ്ട്. ആരെങ്കിലും തോന്നിയായിരുന്നോ? എനിക്കും അങ്ങനെ തോന്നി. ഞാൻ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കവിത കേട്ടോ. ലക്ഷ്മി നന്നായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു.